വിനീത മാന്ത്രികം സിനിമ കണ്ടവരാരും വിനീതനെ മറക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സുന്ദരിയാണ്, കാണാൻ നല്ല ചന്തമുള്ളൊരു പെൺകുട്ടിയാണ്, നല്ല മുഖം. അതുപോലെ എത്രത്തോളം വൾഗറായി അഭിനയിക്കാൻ പറ്റുമോ അത്രത്തോളം വൾഗറായിട്ട് സൗന്ദര്യം പുറത്ത് കാണിച്ച് അഭിനയിക്കാൻ ഒരു മടിയില്ലാത്തൊരു നടിയാണ്. ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചൊരു നടിയാണ്. ആ നടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മൾ പറയണത്. ആ നടി നല്ല രീതിയിൽ തമിഴിൽ അഭിനയിച്ചു, കന്നഡത്തിൽ അഭിനയിച്ചു, തെലുങ്കിൽ അഭിനയിച്ചു, അങ്ങനെ മലയാളത്തിലും മോഹൻലാലിൻ്റെ കൂടെയൊക്കെ വന്ന് അഭിനയിച്ചു. അങ്ങനെ ഹിറ്റുകൾ മാത്രം സമ്മാനിച്ചാണ് തമിഴിൽ ഈ നടി. അങ്ങനെ നിൽക്കുമ്പോൾ 2000 ഒരു പത്രം പുറത്തിറങ്ങിയപ്പോൾ അന്ന് എല്ലാവരും പോയി. എന്താ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലൈംഗിക കേസിൽ, അപവാദ കേസിൽ ഈ നടി പ്രതിയായി. ഈ നടിയുടെ അനിയത്തി ഇവരെല്ലാവരും പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റുന്ന ഫോട്ടോസാണ് അന്നത്തെ വന്നത്. അന്ന് മലയാള പത്രത്തിലും വന്നിട്ടുണ്ടായിരുന്നു, ടി വിയിലും വന്നിട്ടുണ്ടായിരുന്നു, വലിയൊരു വാർത്തയായി. അപ്പോൾ എല്ലാവരും ഞെട്ടിത്തെരിച്ച് പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേശാലിയെ നടത്തി അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ടാണ് വന്നുപോകുന്നത്. അപ്പോൾ അതോട് കൂടിയിട്ട് എന്താ അതിൻ്റെ ഉണ്ടായ കഥ, എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊന്നും ആരും അന്വേഷിച്ചില്ല. അത് സത്യമായിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ നടിയുടെ കരിയർ അതോടുകൂടി നശിച്ചു. ഈ നടി നല്ല നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചാൻസുകൾ വളരെ കുറവ് വന്നു പറഞ്ഞപ്പോൾ എന്തുണ്ടായി, ഈ നടിയും അതുപോലെ തന്നെ ഈ നടിയുടെ അനിയത്തിയും കൂടിയിട്ട് ഒരു സിനിമ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സിനിമ സ്വന്തമായിട്ട് ഒരു ഫൈനാൻസറെ കൊണ്ട് ഫൈനാൻസ് ചെയ്യിച്ചു. 2-3 ആൾക്കാർ ഷെയറായി, ഇവരും ഷെയറായി. ആ പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കഥയായിരുന്നു അത്. ആ പടം ഹിറ്റാവും എന്ന് അറിഞ്ഞുകൊണ്ട് ഇവരെ കൂടെ നിൽക്കുന്നവർ ആ പടത്തിൻ്റെ റൈറ്റ്സ് അവർക്ക് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഗംഭീര ഒരു തർക്കം നടന്നു. ഫൈനാൻസറും ഇവർ ആയിട്ടുള്ള ആ തർക്കത്തിൻ്റെ ഇടയിൽ ഇവർ ആ പടത്തിൻ്റെ മറ്റുള്ള പ്രൊഡ്യൂസർമാരും അതുപോലെ തന്നെ ഫൈനാൻസറും ഒക്കെ കൂടിയിട്ട് ഇവരെ പെടുത്തിയതാണ് എന്നാണ് പറയണത്. പക്ഷേ ഇവരെ കൊണ്ടുവന്ന് ഹോട്ടലിൽ താമസിപ്പിച്ച് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റി വിവരം അറിയിച്ച് വേറെയും കുറച്ച് സ്ത്രീകളെയും ഒക്കെ കൂടിയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ആ കേസ് ഒരുപാട് നാൾ കേസ് നടത്തി കോടതിക്ക് ഇതിൻ്റെ സത്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ വിനീതനെ വെറുതെ വിട്ടു. എന്ത് കാര്യം, സമൂഹം വെറുതെ വിടില്ലല്ലോ, സിനിമാ ഫീൽഡ് വെറുതെ വിടില്ലല്ലോ. സിനിമാ ഫീൽഡിൽ പിന്നെ ആ നടി വാനിഷായി. ഒരാൾ പോലും ആ നടിനെ പിന്നെ ഒരു ചാൻസിന് വിളിക്കാനോ മലയാളത്തിലേക്കോ തെലുങ്കിലേക്കോ ഒന്നും വിളിച്ചില്ല. ആ നടി അഭിനയിച്ച പടമൊക്കെ ഒരു പടം 100-300 ദിവസമൊക്കെ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയകാന്തിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് നായക നടന്മാരോട് അഭിനയിച്ച ഒരു നടിയാണ്. പിന്നെ ആരും വിളിക്കാണ്ടായി. ഇപ്പം എന്തുണ്ടായി, ചെന്നൈയിലെ ഒരു ഫ്ലാറ്റിൽ സാധാരണ ഒരു പെണ്ണിൻ്റെ പോലെ ജീവിക്കുന്നു. നിത്യവൃത്തിക്ക് തന്നെ കഴിവില്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഓരോ നടികൾ ഉയർത്തെഴുന്നേറ്റ് വരും. അവർ നല്ലൊരു സമയത്തിന് അവർ ഫീൽഡിലുണ്ടാവും. അന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന പൈസയൊക്കെ ഒരു സിനിമയെന്നും മറ്റുള്ള ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം കളഞ്ഞു പൊളിച്ച് അവസാനം ഒരു ഗത്യന്തരം ഇല്ലാണ്ട് ഒരൊറ്റമുറി ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഇപ്പോൾ വിനീത. നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് ആ നിഷ്കളങ്കമായുള്ള ചെറി. ആ ചെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊച്ചുകുട്ടിയുടെ ചെറിയാണ്, അതിലൊരു കാപ്പട്ടിയോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസ് തന്നെ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. പക്ഷെ അത് എത്ര ആൾക്ക് അറിയാം? അന്നത്തെ കാലത്ത് ഇങ്ങനൊരു കേസ് കിട്ടി കഴിഞ്ഞാൽ പത്രക്കാരെ ആഘോഷിക്കും. അതിൽ സത്യം ഏതാ നേരെ ഏതാ ഒന്നും ആരും അന്വേഷിക്കില്ല. 2-3 കൊല്ലം കേസ് നടത്തിയിട്ട് കോടതി പോലും വിനീത കുറ്റക്കാരിയല്ലാന്ന് കണ്ട് വിട്ടു. പക്ഷേ ആ വിട്ടത് സിനിമ ഫീൽഡിലേക്കല്ല, ഒരൊറ്റ മുറി ഫ്ലാറ്റിലേക്കാണ്. അത് വാടക കൊടുത്ത് ജീവിക്കേണ്ട ഒരു സ്ഥിതി വന്നു. ഇത്രയേ ഉള്ളൂ. നടന്മാരായാലും നടികളായാലും ഒരു കാലഘട്ടത്തിനുള്ളിൽ എന്തെങ്കിലും സമ്പാദിച്ച് വെച്ചില്ലെങ്കിൽ അവർക്ക് പിന്നത്തെ കാലത്ത് അവർ ദുഃഖിക്കേണ്ടി വരും. ഉള്ളതൊക്കെ വാരിക്കോരി ചിലവാക്കാണ്ട് ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് വെക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു അസുഖങ്ങളോ ഇങ്ങനെയുള്ള വീഴ്ചകളോ സിനിമയില്ലായോ വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.